തീർച്ചയായും കേരളം 12.75 ഏതാണ്ട് 13% എത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയാനാകുന്നു. കേരളം അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 2 മണിക്കൂറിൽ 13% എന്നതാണെങ്കിൽ സോബി എങ്ങനെയാകും വിധിയെഴുത്തിന്റെ ട്രെൻഡിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനാവുക? തീർച്ചയായിട്ടും നമ്മുടെ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.12% കേരളത്തിന്റെ പോളിംഗ് ശതമാനമെങ്കിൽ ഇപ്പോൾ ആദ്യ 2 മണിക്കൂർ പിന്നിടുമ്പോൾ 12.75% എന്നൊരു പോളിംഗ് ട്രെൻഡ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളം കരുതി വെച്ചിരിക്കുന്നത് വലിയ ഒരു പോളിംഗ് പെർസെന്റേജ് തന്നെ ആയിരിക്കും എന്നത് ഈ 2 മണിക്കൂറിനുള്ളിൽ തന്നെ വിലയിരുത്താമെന്നാണ് തോന്നുന്നത്. തീർച്ചയായും മലപ്പുറത്ത് നിന്നും ജിതിൻ ചേരുന്നു. അവിടെ 14% വോട്ടിംഗിലേക്ക് എത്തിയിരിക്കുന്നു സോമി. അതായത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള മണ്ഡലം കൂടിയാണ്, മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രദേശം കൂടിയാണ് മലപ്പുറം. മലപ്പുറത്തേക്ക് ജിതിനിലേക്ക്. ജിതിൻ, എങ്ങനെയാണ് വോട്ടിംഗ് ശതമാനം? എത്രയാണ്? 14% ഏറ്റവും പുതിയതായി രേഖപ്പെടുത്താനാകുന്നത്. ഇപ്പോഴും നീണ്ട നിര തന്നെ ഉണ്ടോ? ഉച്ചയോടെ ആകുമ്പോൾ അങ്ങനെയാണെങ്കിൽ വലിയൊരു കുതിപ്പ് തന്നെ ഉണ്ടാകും. തീർച്ചയായും അബ്ജിൻഷാദ്, നമുക്കറിയാം മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ സംസ്ഥാനത്തുള്ള ജില്ല. 30,33,000 വോട്ടർമാർ മലപ്പുറം ജില്ലയിലുണ്ട്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ തന്നെ മികച്ച പോളിംഗ് ശതമാനം 74.53% മലപ്പുറം ജില്ലയിൽ മൊത്തം പോളിംഗ് ശതമാനമായി രേഖപ്പെടുത്തിയിരുന്നു. അതിനപ്പുറം കടക്കുമെന്ന രീതിയിലുള്ള പോളിംഗ് ശതമാനമാണ് ആദ്യ മണിക്കൂറുകളിൽ മലപ്പുറം ജില്ലയിൽ നിന്നുണ്ടാകുന്നത്. ഈ 9 മണി വരെയുള്ള കണക്കനുസരിച്ച് 14% മലപ്പുറം ജില്ലയിലെ പോളിംഗ് ശതമാനം. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇത് 8.5%. എന്തായാലും ആദ്യ മണിക്കൂറുകളിൽ നല്ല പോളിംഗ് ശതമാനം തന്നെ ഉണ്ടാകുന്നു. അനുകൂല കാലാവസ്ഥയാണ് ഇതുവരെ മലപ്പുറം ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളത്. എന്നാൽ ഇപ്പോൾ ചെറിയ രീതിയിൽ മഴയുടെ ലക്ഷണമുണ്ട്. ഇത് ഇനി പോളിംഗ് ശതമാനത്തെ ബാധിക്കുമോ എന്ന ഒരു ആശങ്ക മാത്രമാണ് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചോളം ഉള്ളത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്ന പോലെ മലപ്പുറത്തെ 5 മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടമാണ് ഇത്തവണ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം പോളിംഗ് ശതമാനത്തിൽ മത്സരത്തിൻ്റെ ശക്തി സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിഫലനം പോളിംഗ് ശതമാനത്തിലും ഉണ്ടാവും എന്നത് വ്യക്തമാണ്. ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ പോളിംഗ് ശതമാനം ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ രീതിയിലുള്ള പോളിംഗ് ശതമാനത്തിന് തന്നെയായിരിക്കും മലപ്പുറം ജില്ലയിൽ മൊത്തത്തിലുണ്ടാവുക. എന്തായാലും ആദ്യ 2 മണിക്കൂറുകളിലെ പോളിംഗ് ശതമാനം 14%. കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തെ വെല്ലുന്ന രീതിയിലുള്ള മുന്നേറ്റം പോളിംഗ് ശതമാനത്തിൻ്റെ കാര്യത്തിൽ ഇത്തവണ മലപ്പുറത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതുവരെ മലപ്പുറത്തെ പോളിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, 5 ഇടങ്ങളിൽ നിന്നും വോട്ടിംഗ് മെഷീന് തകരാറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ നിലവിൽ 2 ഇടങ്ങളിലെ തകരാറുകൾ, വോട്ടിംഗ് മെഷീനിലെ തകരാറുകൾ, ആ മെഷീനുകൾ വെച്ച് തന്നെയാണ് ഇപ്പോൾ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. തകരാറുകൾ പരിഹരിച്ചു എന്ന വിവരമാണ് ലഭിക്കുന്നത്. 3 ഇടങ്ങളിലെ വോട്ടിംഗ് മെഷീനുകൾ മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ വ്യാപകമായി വോട്ടിംഗ് മെഷീനുകൾ തകരാറാവുകയും തുടർന്ന് വോട്ടിംഗ് തടസ്സപ്പെടുകയും ചെയ്യുന്ന സംഭവവികാസങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് വലിയ സജ്ജീകരണങ്ങളും മുന്നൊരുക്കങ്ങളും വോട്ടിംഗ് മെഷീനിലെ തകരാറുകൾ പരിഹരിക്കാനായി മലപ്പുറം ജില്ലയിൽ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തകരാറില്ലാതെ നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കാര്യങ്ങൾ എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. 575 അധിക വോട്ടിംഗ് യന്ത്രങ്ങൾ മലപ്പുറം ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ലാതെ വോട്ടിംഗ് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. സെക്ടറൽ ഓഫീസർമാർക്കും പോളിംഗ് ഉദ്യോഗസ്ഥർക്കുമെല്ലാം വോട്ടിംഗ് മെഷീന് തകരാറുണ്ടായാൽ നേരിടാനുള്ള പ്രത്യേക പരിശീലനങ്ങളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുമുണ്ട്. എന്തായാലും ഈ നിലവിലുള്ള വോട്ടിംഗ് മെഷീൻ്റെ തകരാറ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിടത്തെല്ലാം അത് പരിഹരിച്ചു എന്ന വിവരമാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ പോളിംഗ് ശതമാനത്തിലും ക്രമാനുഗതമായ വർധനവ് ഉണ്ടാകുന്നു. നല്ല രീതിയിലുള്ള പോളിംഗ് തന്നെയാണ്. ഇപ്പോൾ ഒ രാജഗോപാൽ, ജിതിനിലേക്ക് എത്താം. ഒ രാജഗോപാൽ, എല്ലാവർക്കും കേരളത്തിൽ മുഴുവൻ ഇതേപോലെ തന്നെ ഇവിടെ കണ്ട പോലെ തന്നെ നല്ല ഉത്സാഹം വ്യാപകമായിട്ട് കാണുന്നുണ്ട്. ഇത് സ്വാഭാവികമാണ്. എൻ്റെ ഒരു വിലയിരുത്തലനുസരിച്ചിട്ട് നമ്മുടെ കേരള തനിമ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടുത്തെ വൈകുണ്ഠസ്വാമി തിരുവടികൾ, നാരായണ ഗുരുദേവൻ, ചട്ടമ്പി സ്വാമികൾ, അവരെല്ലാം രൂപപ്പെടുത്തിയിട്ടുള്ള കേരള തനിമ, ആ തനിമ ആണ് കേരളത്തിൻ്റെ വ്യക്തിത്വം. അത് വഴിപിഴച്ചു പോയിരുന്നു കുറച്ച് കാലങ്ങളായിട്ട്. അത് തിരിച്ച് വീണ്ടും അതിൻ്റെ തനിമ അസർട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ആ പ്രക്രിയയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണ് NDA ചെയ്യുന്നത്. അതിന് വളരെ വിപുലമായ രീതിയിലുള്ള ജനപിന്തുണ ലഭിച്ചു വരുന്നുണ്ട്. പഴയ കണക്ക് പുസ്തകം കൊണ്ട് നടക്കുന്നവർക്കത് മനസ്സിലാവില്ല. ഇലക്ഷൻ വോട്ടിംഗ് കൗണ്ടിങ് കഴിഞ്ഞാൽ അവർക്ക് ബോധ്യമാവും. അപ്പോൾ അതിന് അടിസ്ഥാന കാരണം
ഈ ജനങ്ങളുടെ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. AK ആന്റണി ഇന്നും പറഞ്ഞിരിക്കുന്നത് BJP ആണ് ഒരു ശത്രു എന്ന രീതിയിൽ വളരെ ഒരു കടന്നാക്രമണം നടത്തിയിട്ടാണ് അക്കൗണ്ട് തുറക്കില്ല എന്ന് AK ആന്റണി വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. രാജേട്ടൻ ആ വാക്കുകൾ എങ്ങനെയാണ് കാണുന്നത്? അദ്ദേഹത്തിന് ഇപ്പോൾ വിരോധം ഉണ്ടാവാൻ കാരണം അദ്ദേഹത്തിന്റെ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് ആണത്. അവർക്കുള്ള പരിഭ്രാന്തി ആണ് അതിന് പ്രതിഫലിക്കുന്നത്. ഇപ്പോൾ അവരുടെ അഴിമതികൾ ബോഫോർ മുതൽക്ക് ഇപ്പോൾ ഏറ്റവും വെസ്റ്റ് ലാൻഡിൽ എത്തി നിൽക്കുന്നു. ആ അഴിമതിയുടെ സാമ്രാജ്യം അധിപനായിട്ടുള്ള ആൾക്ക് ആ അഴിമതിയുടെ കഥകൾ പുറത്തു വരുന്നു എന്നുള്ളതിൽ അങ്കലാപ്പുണ്ട്. അതാണ് ആ വാക്കുകളെന്ന് പുറത്തു വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ആ അഴിമതിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആന്റണിക്ക് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. കാരണം ആ വകുപ്പിന്റെ പൂർണ്ണ ചുമതലയുള്ള ആളായിരുന്നു. ആ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ അഴിമതി നടന്നിട്ടുള്ളത്. ആ അഴിമതിയാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്കലാപ്പ് ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പലപ്പോഴും BJP സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു വോട്ട് ഒരു ഒത്തുതീർപ്പ് പലപ്പോഴും തിരുവനന്തപുരത്ത് കണ്ടിട്ടുണ്ട്. അത് ഇത്തവണ സംഭവിക്കാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാണ് ഇത്തരത്തിൽ അവരെന്ത് ചെയ്യുന്നുള്ള ഞങ്ങൾക്ക് വലിയ ബേജാറില്ല. കാരണം ഒരു ജനകീയ ഒരു മുന്നേറ്റം കേരളത്തിൽ സർവത്ര എല്ലാ ഭാഗത്തും കാണുന്നുണ്ട്. അത് ഈ എന്ത് കുതന്ത്രങ്ങൾ പലതും പ്രയോഗിക്കും, മുമ്പും ചെയ്തിട്ടുണ്ട്. അത് ഉണ്ടായിക്കൂടുന്നില്ല. പക്ഷെ അതിനെ അതിജീവിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് പോകാനുള്ള ശക്തി ഈ ജനമുന്നേറ്റത്തിനുണ്ട്. അത് എനിക്ക് കണക്ക് പറയാൻ സാധ്യമല്ല. ഒരു വലിയ നല്ല നിലയ്ക്കുള്ള ഒരു പ്രസൻസ് കേരള നിയമസഭയിൽ ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. തീർച്ചയായും സംശയം എന്നുള്ള കാര്യത്തിൽ തീർച്ചയായും ആത്മവിശ്വാസം തുളുമ്പുന്ന പ്രതികരണങ്ങൾ തന്നെയാണ് എല്ലാ വിഭാഗ നേതാക്കന്മാരിൽ നിന്ന് വരുന്നത്. സ്വാഭാവികമായും അവർ അത്തരത്തിൽ മാത്രമേ പ്രതികരിക്കുകയും ചെയ്യൂ ഈ ഘട്ടത്തിൽ.